ലഭിക്കാൻ, അതേപോലെ നന്നായി ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യത്തിൻ്റെ ടാബ്ലറ്റ് എടുക്കുക അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുക. അതിന്ന് നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ നിലവിൽ എന്ന് പറയുന്നത്. പല ആളുകൾക്കും എടുക്കാൻ ടെൻഷനുള്ള ആളുകളുണ്ടായിരിക്കും, സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേറെ ഒന്നുമില്ല, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടും, നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. അതിന് ഈ പറഞ്ഞതുപോലെ നമ്മൾ മഗ്നീഷ്യം എങ്ങനെ നമുക്ക് ഭക്ഷണത്തിലൂടെ കൂട്ടിയെടുക്കാൻ പറ്റും, അതുപോലെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറക്കം ലഭിക്കാത്ത ആളുകൾ, കുറേ സമയം കിടന്ന് ഉറക്കം ലഭിക്കുന്ന ആളുണ്ടാവും, അതേപോലെ ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുണ്ട്, ചില എന്തെങ്കിലും സൗണ്ടുകൾ കേട്ടാൽ പെട്ടെന്ന് ഞെട്ടി എണീക്കും, പിന്നെ ഉറക്കം കിട്ടില്ല. അങ്ങനെയുള്ള പലതരത്തിൽ ഉറക്ക സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. പല ആളുകളുണ്ടല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. പലപ്പോഴും പല കാരണങ്ങളുണ്ടായിരിക്കും. നല്ല ടെൻഷനുള്ള ആളുകളുണ്ടായിരിക്കും, ചിലപ്പോൾ പകൽ കൂടുതൽ ഉറങ്ങുന്ന ആളുകളുണ്ടായിരിക്കും, ഇനി ചിലപ്പോൾ ഉറക്കം തീരെ ലഭിക്കാത്ത ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലായിട്ട് ഉറക്കം പോയി പോകുന്ന ആളുകൾ, ഫിലിം കാണുകയോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഉറക്കം നല്ല രീതിയിൽ ഡാമേജ് വരുത്തിയിട്ടുണ്ടാകും, കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാനും നല്ല ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഗ്നീഷ്യം ടാബ്ലറ്റ് പല ആളുകൾ സിമ്പിളായിട്ട് ഇന്ന് എടുക്കുന്നുണ്ട്. അത് ഡെയിലി റുട്ടീനിൽ എടുക്കുന്ന പല കണ്ടീഷനുണ്ട്. അപ്പോൾ പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് എടുക്കരുത്, അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ്. ഈ മഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ ഉറക്കത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ നാഡികളെ എന്ത് ചെയ്യും, ഇതൊരു കാംനെസ് വരുത്തും എന്നുള്ളതാണ്. ഈ നമുക്കറിയാം, നാഡികൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നാഡികളിലൂടെ ഒരു സിഗ്നൽ പാസ് ചെയ്യണം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതൊന്ന് കാമാക്കും, അതൊന്ന് റിലാക്സേഷനിലേക്ക് എന്ത് ചെയ്യും, ഈ മഗ്നീഷ്യം എത്തിക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം നല്ല ബോഡിയിൽ അത്യാവശ്യം ഉള്ള ആളുകൾ, നോർമൽ ലെവലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോഡിക്ക് എന്ത് ചെയ്യും, ഈ ഒരു എക്സൈറ്റ്മെൻറ്റുകൾ, ആങ്സൈറ്റി ഉള്ള ആളുകൾ, അങ്ങനെ ഓവർ സ്റ്റിമുലേഷൻ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കുറയ്ക്കാൻ, അതൊന്ന് ഡൗൺ ആക്കാൻ എന്ത് ചെയ്യും, അതൊന്ന് നോർമൽ ആക്കാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മഗ്നീഷ്യം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കാംനെസ് ഫീൽ ചെയ്യും, അതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നാഡികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് മസിലുകൾ എന്ത് ചെയ്യും, നല്ല റിലാക്സ്ഡ് ആകും. ചില ആളുകൾക്ക് ഉണ്ടാകും മസിൽ കോൺട്രാക്ഷൻ വരിക, മസിൽ കോച്ചി പിടിക്കുക, പിന്നെ മസിൽ നല്ല രീതിയിൽ ആക്ടിവിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉറക്കം ലഭിക്കാത്ത അവസ്ഥകൾ വരും. അപ്പോൾ ഈ മഗ്നീഷ്യം കഴിക്കലോട് കൂടിയിട്ട്, മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻ്റ് എടുക്കലോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് മഗ്നീഷ്യം നോർമൽ ആവലോട് കൂടിയിട്ട് ഈ പറഞ്ഞതുപോലെ മസിലുകളൊക്കെ റിലാക്സ്ഡ്, നല്ല കാമായിട്ട് റിലാക്സ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളത്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പോൾ ചില പേഷ്യൻസ് പറയുന്നൊരു കംപ്ലയിൻറ്റ്, ഡോക്ടറെ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഈ മസിൽ കോൺട്രാക്ഷൻ വരുന്നു, മസിൽ കോച്ചി പിടിക്കുന്നുണ്ട്, അത് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അത് ഒന്ന് ഈ പറഞ്ഞതുപോലെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതിൻ്റെ കുറവുണ്ടെങ്കിൽ ഉണ്ടാകും. രണ്ട്, ഈ പറഞ്ഞതുപോലെ വെള്ളം കൂടി കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ മസിൽ കോൺട്രാക്ഷൻ നല്ല രീതിയിൽ വരാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഹൈഡ്രേഷൻ നിലനിർത്താൻ കൂടെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ഹോർമോൺ, ഇന്ന് പല ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ്, ഭയങ്കര ആൻസൈറ്റിയാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ എസ്പെഷ്യലി കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ, സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നതാണ്. അത് നമ്മൾ കൂടുതൽ ഡിപ്രഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ ഭയങ്കര ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പൊതുവെ എന്താ വേണ്ടത്, ഈ കോർട്ടിസോൾ ഹോർമോൺ നല്ല കാമായിട്ട് നല്ല രീതിയിൽ കുറയണം. അത് കുറയുന്ന സമയം നല്ല രീതിയിൽ നമുക്ക് സ്ലീപ്പ് കിട്ടും. പക്ഷേ നല്ല ചിന്തയുള്ള ആളുകൾ, ഭയങ്കര എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ, ആങ്സൈറ്റി കൂടുന്ന ആളുകൾ, വേജാറ്, വസ്വാസ്, ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കൂടിയ ആളുകളിൽ ചിലപ്പോൾ മിക്കവാറും എന്ത് ചെയ്യും, രാത്രി സമയത്ത് അൺവാണ്ടഡ് തോട്ട്സിലൂടെ, അൺവാണ്ടഡ് കണ്ടീഷനുകളിലൂടെ ഈ പറഞ്ഞതുപോലെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉറക്കം കിട്ടില്ല, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ മഗ്നീഷ്യം ടാബ്ലറ്റ് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഹോർമോൺ റെഗുലേഷൻ, എസ്പെഷ്യലി കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ ഹോർമോണൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ, അത് നോർമലൈസ് ചെയ്യാൻ എന്ത് ചെയ്യും, ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം സപ്ലിമെൻ്റ് എടുക്കലോട് കൂടിയിട്ട് ഈ പറഞ്ഞത് എന്ത് ചെയ്യും, സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടീഷൻ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ മെലാറ്റോണിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെലാറ്റോണിൻ എന്ന കമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് പ്രൊഡക്ഷൻ, നമ്മൾ ഉറക്കം ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ മെലാറ്റോണിൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ
എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മാഗ്നീഷ്യം എടുക്കലോട് കൂടിയിട്ട് നമ്മളെ ഓവർ ചിന്തകൾ, ഓവർ ആങ്സൈറ്റി പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ട്, എക്സൈറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും നല്ല രീതിയിൽ കാമാക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മസിലുകളൊക്കെ റിലാക്സ് ആണ്, ബോഡി നല്ല റിലാക്സ് കണ്ടീഷനിൽ പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓവർ സ്ട്രെസ്സ് കാര്യങ്ങൾ, കോർട്ടിസോൾ പോലെ ഹോർമോണുകൾ കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല മെലാറ്റോണിൻ്റെ ഉറക്കത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാഗ്നീഷ്യം ടാബ്ലറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുന്ന പല ആളുകൾക്ക് അറിയാം നല്ല സ്ലീപ്പ് അവരിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കാരണം അത് എത്രത്തോളം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി അതേസമയം നമ്മുടെ നാച്ചുറലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ മാഗ്നീഷ്യം കൂട്ടാൻ എസ്പെഷ്യലി സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞാൽ പംകിൻ്റെ സീഡ്സുകൾ. ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഡെയിലി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇത് നല്ല രീതിയിൽ മാഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നേന്ത്രപ്പഴം കഴിക്കുന്നത്, അതിൽ പൊട്ടാസ്യം ഉണ്ട് കേട്ടോ, നേന്ത്രപ്പഴത്തിൻ്റെ ബെനിഫിറ്റ് അതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ രാത്രി സമയങ്ങളിൽ ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴമൊക്കെ കഴിക്കുന്ന കൂടെ തന്നെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മസിൽ ബോഡി ഒന്ന് റിലാക്സ് ആവാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ തണുത്ത വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല തണുപ്പുള്ളത് കഴിക്കരുത്, അത് ഇറിറ്റേഷൻ ബുദ്ധിമുട്ടുണ്ടാകും. ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ തണുപ്പുള്ള വെള്ളം കുടിക്കുമ്പോൾ ബോഡി ഒന്ന് കൂളാകാൻ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, ഈ ഗ്രീൻ ലീവ്സ് ഉണ്ടല്ലോ, പച്ചക്കറി ഇലക്കറികൾ നല്ല രീതിയിൽ കഴിക്കുക. എസ്പെഷ്യലി ചീര പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇതിലൊക്കെ എന്ത് അത്യാവശ്യം മാഗ്നീഷ്യം മറ്റു എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളത് എക്സ്റ്റേണൽ ഒരു സപ്ലിമെൻറ്റ് മുഖേന അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണത്തിലൂടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ആയുർവേദത്തിലൊക്കെ പറയുന്ന ഈ ഒരു എള്ളുണ്ടല്ലോ, എള്ള് നമ്മൾ വറുത്തിട്ട് എന്ത് ചെയ്യുക, അത് ഒരു 1.5 ടീസ്പൂണൊക്കെ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനും നല്ല സ്ലീപ്പ് കിട്ടാനൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കലോട് കൂടിയിട്ട് പറഞ്ഞതുപോലെ നമ്മുടെ മാഗ്നീഷ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡി കാം ആവാനൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ പുറമെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ കേട്ടോ. കാരണം ഈ മാഗ്നീഷ്യം മാത്രം അല്ല ഈ പറഞ്ഞതുപോലെ ഉറക്കത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പല ആളുകളും പല തരത്തിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറക്കം ലഭിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സസൈസ് വ്യായാമം ചെയ്യുന്ന ടൈം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ പല ആളുകളും ലേറ്റായിട്ട് ഒരു 10 മണിക്ക് 11 മണിക്കൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വ്യായാമം എക്സസൈസുകൾ മൂവ്മെൻറ്റ് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മൂവ്മെൻറ്റ് നല്ലതാണ്, പക്ഷേ രാത്രി സമയത്ത് നിങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യരുത്. അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കും. കാരണം ആ ഒരു സമയത്ത് ബോഡി റിലാക്സേഷനിലേക്ക് പോകേണ്ട ടൈമാണ്. ആ സമയത്ത് നമ്മൾ മൂവ്മെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് കിട്ടാൻ അത് കുറക്കും. സ്ലീപ്പ് കിട്ടില്ല എന്ന് തന്നെ പറയാം. അത് സമയമെടുക്കും ഉറങ്ങണമെന്നുണ്ടെങ്കിൽ, ബോഡി ഒന്ന് കാമാകാൻ സമയമെടുക്കും. അപ്പോൾ എപ്പോഴും ഇത് ഉറങ്ങുന്നതിന് മുന്നോടിച്ച് ചില സ്ട്രെച്ചിങ്, ചെറിയ യോഗ പോലെയുള്ള മൈൻഡ് കാമാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ബോഡി കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന കണ്ടീഷൻ വരുന്നത് പല ആളുകളും നേരിടുന്നൊരു വെള്ളി. എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എക്സസൈസ് എപ്പോഴാണ് ചെയ്യാറ്? പല ആളുകളും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഒരു രാത്രി സമയത്ത് എന്ത് ചെയ്യും, ഇത് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ഉറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ബെഡിലേക്ക് എത്തുന്നതിന് മുന്നോടി ഒരു 2 മണിക്കൂർ മുന്നോടിയായിട്ട് നമുക്ക് രാത്രിയിലെ ഡിന്നർ കഴിയണം എന്നുള്ളതാണ്. രാത്രിയിൽ ഡിന്നർ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യണം, ഈ രാത്രി ഡിന്നർ കഴിച്ച ഉടനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ പല ആളുകൾ എന്താ അറിയുക, ചിലപ്പോൾ നമ്മളൊരു 3-4 ഗുളിക കഴിക്കാണ്ടായിരിക്കും. ഇത് ഉറങ്ങാൻ ബെഡിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് വെള്ളവും ഗുളിക കൊണ്ടിട്ട് കഴിക്കും, എന്നിട്ട് നേരെ ബെഡിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് വയറ് വീർക്കുക, അല്ലെങ്കിൽ പുളിച്ച് തകട്ടുക, നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകും, മാത്രമല്ല ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, മരുന്നാകട്ടെ, അത് എപ്പോഴും എന്ത് ചെയ്യുക, ഈ 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കഴിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് രാത്രി സമയത്ത് എന്ത് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, എന്താണ്, രാത്രി സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ പോകുക, കോഫി കുടിക്കാൻ പോകുക, അത് ചെയ്യരുത്. അതിന് വീട്ടിൽ നിന്നാണെങ്കിലും ശ്രദ്ധിക്കുക. ഈ കോഫി അതേപോലെ തന്നെ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഫീൻ ഉള്ളതാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ ഈ നെർവ്സിനെ സ്റ്റിമുലേഷൻ ചെയ്യും, ഉറക്കത്തെ ഇല്ലാതാക്കും, കുറക്കും എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, കോഫി കുടിക്കാൻ നിർബന്ധം തന്നെ ശ്രദ്ധിക്കണം. വൈകുന്നേരം ഒരു 5 മണി വരെ അതിനുള്ളിൽ കുടിക്കുക. അതിന് ശേഷം കുടിച്ചാൽ എന്ത് ചെയ്യും, അത് സ്ലീപ്പിനെ ബാധിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യത്തിൽ സ്ലീപ്പിനെ ബാധിക്കും, പ്രോപ്പറായിട്ട് സ്ലീപ്പ് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇതിനൊക്കെ പുറമത്തെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഫോൺ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ലൈറ്റ് ഓഫാക്കിയിട്ട്, ഫോൺ ഓഫാക്കിയിട്ട്, അല്ലെങ്കിൽ അത് സൈഡിൽ നമ്മളെ കൈ എത്തുന്ന ദൂരത്ത് വെക്കരുത്, കുറച്ച് ദൂരത്ത് വെക്കുക. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കുക, സമയം എത്രയെന്ന് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഓൺ ആയിട്ടുണ്ടെങ്കിൽ എന്ത്
എന്തെങ്കിലും മെസ്സേജ് വന്നോ അല്ലെങ്കിൽ വൈബ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി നല്ലോണം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു കയ്യകലം ദൂരത്ത് വെക്കുമ്പോൾ ആ ഒരു ടെൻഡൻസി നമുക്ക് കുറയ്ക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആളുകൾ, ഉറക്കം ലഭിക്കാത്ത ആളുകൾ, ഉറക്കത്തെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മാഗ്നീഷ്യം അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ടായിരിങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ഉറക്കത്തെ ബാധിക്കുന്ന പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും മൈൻഡ് കാമാകാൻ ഒരു നല്ലൊരു ലൈറ്റായിട്ടുള്ള സ്മെല്ല്, എസ്പെഷ്യലി ലാവണ്ടർ പോലെയൊക്കെയുള്ള, പല ആൾക്കും പല തരത്തിലായിരിക്കും കേട്ടോ, ഒരു സ്മെല്ല് റൂമിലൊന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ എല്ലാ ലൈറ്റുകളും ഓഫാക്കുക. ഈവൻ ചിലപ്പോൾ നമ്മുടെ AC-യുടെ ആ ഒരു സിഗ്നൽ ഉണ്ടല്ലോ, അതുപോലും എന്ത് ചെയ്യണം, നമ്മൾ സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ട് ഓഫാക്കി വെക്കണം. എങ്കിലേ നമുക്ക് ഒരു എന്ത് ചെയ്യുള്ളൂ, ഒരു മെലാട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു സെക്രീഷൻസ് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നതാണെന്നുള്ളതാണ്. നല്ല ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ നടത്തും. ഡ്രൈനെസ് നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ഉറക്കം ശരിയായ രീതിയിൽ ലഭിക്കില്ല. അപ്പോൾ നിർബന്ധമായിട്ട് ഉറങ്ങാൻ പോകുന്ന ആളുകൾ ഈ പറഞ്ഞതുപോലെ സമയത്തിന് കിടക്കുക, അതേപോലെ ഭക്ഷണം നേരത്തെ കഴിക്കുക, അത് ലൈറ്റായിട്ട് കഴിക്കുക, വെള്ളം കൂടി മരുന്നൊക്കെ നേരത്തെ തന്നെ കഴിക്കുക, കോഫി അതേപോലെ തന്നെ സ്പൈസി ഹെവി ഫുഡുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം രാത്രി സമയത്ത് ഒഴിവാക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതേപോലെ എപ്പോഴും ഒരേ സമയത്ത് കിടക്കാൻ ശ്രദ്ധിക്കുന്ന, കിടക്കുന്ന സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓവർ ഹീറ്റുള്ള നല്ല ചൂടുള്ള കണ്ടീഷൻ ഒരിക്കലും ആവരുത്. ഒരു ലൈറ്റ് നല്ല കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആകാനൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ സ്ലീപ്പ് കിട്ടും, ഉറക്കം കിട്ടും. ഇന്ന് കാണുന്ന ഷുഗർ ആകട്ടെ, പ്രഷർ ആകട്ടെ, ഫാറ്റി ലിവർ ആകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, ഹെഡേക്ക്, മൈഗ്രെയിൻ ആകട്ടെ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ആകട്ടെ, ഇതിനെല്ലാം ഓൾമോസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ ഏറ്റവും ബാധിക്കുന്ന നമ്പർ 1 കാര്യമാണ് ഉറക്കം ഇല്ല എന്നുള്ളത്. നിങ്ങളിനി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളൊരു 7 മണിക്കൂർ പ്രോപ്പർ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ ഒരു ഉറക്കത്തെ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് എനർജി ഉണ്ടാവില്ല, മൂഡ് ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടായിരിക്കില്ല, ക്ഷീണം കൂടുതലായിരിക്കും. ഇത് നല്ലോണം ഇത് ഉറക്കത്തെ ഡിപ്പെൻഡാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള പല ആളുകളുണ്ട്, ഉറക്കത്തെ നല്ല ഡിസ്റ്റർബ്ഡ് ആയാലും പല ആളുകളുണ്ട്. എൻ്റെ അടുത്ത് പലപ്പോഴും വരുന്നൊരു കേസാണ് ഉറക്കം ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസുകളോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.